ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. കുറെ ദിവസമായിട്ട് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഉലുവ ബീഫിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉലുവ ബീഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കരമായ റെസിപ്പിയാണെന്ന് വിചാരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് ടിക് 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 ഏത് കുട്ടികൾക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകിച്ചും ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഉലുവ ബീഫിന്റെ ഒരു സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഉലുവയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഉലുവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ഉലുവ വെച്ചിട്ടുള്ള ബീഫിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഉലുവ ബീഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ എല്ലോട് കൂടിയ ബീഫാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു വലിയ സവോളയും 2 പച്ചമുളകും ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, അതും കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റ് അല്ല, 2 ടേബിൾ സ്പൂൺ, ഓരോ ടേബിൾ സ്പൂൺ വീതം 2ഉം എടുത്താലും മതി. അടുത്തതായിട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഞാനിവിടെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് പ്രശ്നമാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പറഞ്ഞത്. ആവശ്യത്തിന് ഉപ്പും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഉലുവ. ഉലുവ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 3 ആക്കാം, അല്ലെങ്കിൽ 2 ആക്കി കുറയ്ക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം വെളിച്ചെണ്ണയും വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഞാൻ 240 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ ആ തക്കാളിയുടെയും ആ ഉള്ളിയുടെയും ഒക്കെ ഉള്ളിലുള്ള ജ്യൂസ് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ ബീഫിൻ്റെ പീസിലോട്ട് നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് ആണ് കൈ വെച്ച് ചെയ്യാൻ പറയുന്നത്. കൈ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലും സ്പൂണോ മറ്റെന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും വിനീഗറിൻ്റെയും ഒക്കെ സ്മെല്ല് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കുക്കർ അടുപ്പിലോട്ട് വെച്ച് തീ കത്തിക്കുക എന്നുള്ളതാണ്. അത് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു തിള വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഉമ്മാൻ്റെ ഒരു ടിപ്പാണ്. ഉമ്മ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, കണ്ടിട്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതിനെ വേവിക്കാം. അപ്പോൾ ഒരു വേവിൻ്റെ കണക്കെന്ന് പറയുന്നത് വലിയ തീയിൽ ഒരു വിസിൽ വന്നാൽ നമ്മൾ ചെറിയ തീയിലോട്ടാക്കുക, എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയ തീയിലോട്ടാക്കിയിട്ടുണ്ട്. 2 വിസിൽ വന്നു. നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബീഫിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രത്തോളം വേവിക്കണം എന്നില്ല, ഇതിനേക്കാളും ഒരു കുറഞ്ഞ വേവിൽ എടുത്താൽ മതി. അപ്പോൾ ബീഫൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കും ഓരോ പീസും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് നമ്മളിതിനൊന്ന് തൂമിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും നല്ല ഫ്രഷ് കറിവേപ്പിലയും 2 വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലോട്ട് നമ്മൾ ഉലുവ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉലുവ ബീഫിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഉലുവ ബീഫിനെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉലുവയൊക്കെ മുകളിൽ നന്നായിട്ട് വെന്ത് കിടക്കുന്നത് നമുക്ക് കാണാനുണ്ട്. ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര രസമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ആക്കിയിട്ട് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ഉലുവ ബീഫ് ഇതവിടെ റെഡിയായി ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഉലുവ ബീഫിന്റെ കൂടെ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് നല്ല തേങ്ങാച്ചോറാണ്. മലപ്പുറത്ത് ഞങ്ങളുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് തേങ്ങാച്ചോറും ബീഫും. അപ്പോൾ നമ്മുടെ ഈ ഉലുവ ബീഫ് ഇനി എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഈ ഒരു ബീഫ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ബീഫും ചോറും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇത് ചോറിലും ഉലുവയുണ്ട് ബീഫിലും ഉലുവയുണ്ട്, നല്ല ടേസ്റ്റി ആയിരിക്കും. കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബീഫിലെ ഉലുവയും റൈസിലെ ഉലുവയും ആ രണ്ട് ടേസ്റ്റും കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. ബീഫ് നല്ല സോഫ്റ്റ് ആണ്. നമ്മളിതിൽ ഉലുവ ഇടുന്നുണ്ടെങ്കിൽ പോലും ഉലുവ ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ടാവും. പക്ഷെ ഈ നമ്മുടെ ഈ ബീഫിലെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി എല്ലാം കൂടി മിക്സായി വരുമ്പോൾ ഉലുവേന്റെ ടേസ്റ്റ് ഒരുപാടൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉലുവ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സിന് പ്രത്യേകിച്ചും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഉലുവ ബീഫ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയം മതി ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പം മറ്റൊരു എപ്പിസോഡ് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.